Hi students, Corporate Regulations in മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് അവ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ട്രാൻസ്ഫർ ഓഫ് ഷെയർസിൽ തന്നെ ഫോർവേഡ് ട്രാൻസ്ഫർ എന്താണ്, ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. സ്മോൾ വീഡിയോ തന്നെയാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ഈ ചാപ്റ്ററിൽ മുഴുവൻ വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ലാസ്റ്റ് ആ ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ഏരിയയിലെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിന് മുമ്പത്തെ വീഡിയോകളുടെ എല്ലാം കോർപ്പറേറ്റ് റെഗുലേഷൻസുമായ വീഡിയോസിൻ്റെ എല്ലാ ലിങ്കുകളും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും വിവിധ സബ്ജക്റ്റുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവയെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. A share transfer is the process of transferring existing shares, its related rights and liabilities from one person to another. നിലവിലുള്ള ഷെയർസ്, അതായത് ഒരിക്കൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞ ഷെയർസ്, ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞ ഷെയർസ്, അങ്ങനെയുള്ള എക്സിസ്റ്റിംഗ് ഷെയർസും അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എല്ലാം തന്നെയും ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഷെയർ ട്രാൻസ്ഫർ എന്ന് പറയാം. Section 56 of the Companies Act gives right to shareholders of the company to transfer their shares in the manner laid down in the article. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന രീതി എന്താണോ അതനുസരിച്ച് ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർസ് കൈമാറ്റം ചെയ്യാനുള്ള, ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശം കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 56 പറഞ്ഞിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഓഫ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി മേ ഫ്രീലി ട്രാൻസ്ഫർ ദെയർ ഷെയർസ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്, ആർക്ക് വേണമെങ്കിലും കൈമാറ്റം ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. However, the articles may contain some restrictions on transfer of shares of public company. എന്നിരുന്നാലും പബ്ലിക് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്തേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് വേണം കൈമാറ്റം ചെയ്യാൻ. അല്ലാത്ത പക്ഷം അത് നോർമലി അത് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. But the articles of a private company restrict free transferability of its shares by members. അതേസമയം പ്രൈവറ്റ് കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർസ് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പ്രൈവറ്റ് കമ്പനിയുടെ ആർട്ടിക്കിൾസ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കമ്പനിയെ പ്രൈവറ്റ് എന്നും പബ്ലിക് എന്നും നമ്മൾ രണ്ടായിട്ട് വേർതിരിച്ച് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ എന്താണ്, ഷെയർ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് പബ്ലിക് കമ്പനി, ചെയ്യാൻ പറ്റാത്തതാണ് പ്രൈവറ്റ് കമ്പനി, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. But the pre-emption clause in articles of a private company states that പ്രൈവറ്റ് കമ്പനിയുടെ ആർട്ടിക്കിൾസിലെ പ്രീഎംഷൻ ക്ലോസിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് എ മെമ്പർ ഹു വാണ്ട്സ് ടു ട്രാൻസ്ഫർ ഹിസ് ഷെയർസ് ഇൻ ദ കമ്പനി, ഒരു കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മെമ്പർ മസ്റ്റ് ഓഫർ ദ ഷെയർസ് ടു ദി എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ്. അതിൻ്റെ നിലവിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണോ അവരിലേക്ക് അത് മസ്റ്റായിട്ടും ഓഫർ ചെയ്തിരിക്കണം, അവർക്കാണ് അത് കൈമാറ്റം ചെയ്യേണ്ടത്. ഇൻ കേസ് മെമ്പേഴ്സ് ആർ നോട്ട് വില്ലിംഗ് ടു ബൈ ദ ഷെയർസ്, ഇനി മെമ്പേഴ്സ് ആരെങ്കിലും ആ ഷെയർ വാങ്ങിക്കാൻ വില്ലിംഗ് അല്ല എങ്കിൽ, അങ്ങനെ വില്ലിംഗ് ആയിട്ട് ആരും ഇല്ല എങ്കിൽ ദ ഷെയർസ് മേ ബി ഓഫർ ടു എ നോൺ മെമ്പർ. അങ്ങനെയെങ്കിൽ ഒരു നോൺ മെമ്പർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഷെയർ ഓഫർ ചെയ്യാവുന്നതാണ്. പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ടിലെ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. The transfer shall be effected by executing an instrument of transfer called a transfer deed. ഈ ഷെയർ ട്രാൻസ്ഫർ എഫക്റ്റ് ചെയ്യുന്നത്, അത് പ്രാബല്യത്തിൽ വരുന്നത്, നടപ്പിൽ വരുത്തുന്നത് ബൈ എക്സിക്യൂട്ടിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ്. ആ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫറിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫർ ഡീഡ്. അതായത് ട്രാൻസ്ഫറിനുള്ള ഒരു ചെറിയ കരാർ, ഒരു എഗ്രിമെൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഡീഡിലൂടെയാണ്, ഒരു ട്രാൻസ്ഫർ ഡീഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഷെയറിൻ്റെ ട്രാൻസ്ഫർ നമ്മൾ നടത്തുന്നത്. ദ ട്രാൻസ്ഫർ ഡീഡ് മസ്റ്റ് ബി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. ആ ട്രാൻസ്ഫർ ഡീഡ് നിർദ്ദിഷ്ട രൂപത്തിലായിരിക്കണം. സൈൻഡ് ബൈ ബോത്ത് ട്രാൻസ്ഫറർ ആൻഡ് ട്രാൻസ്ഫറി, രണ്ടുപേരും, കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും രണ്ടുപേരും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഡ്യൂലി ഫിൽഡ് ഇൻ, അതിൽ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെ ഡീറ്റെയിൽസാണ് നോക്കാം. ഡീറ്റെയിൽസ് ലൈക്ക് നമ്പർ ഓഫ് ഷെയർസ്, പെയ്ഡ് അപ്പ് വാല്യൂ, then consideration paid, the names and addresses of transferee, etc.
it must also be duly stamped. അപ്പോൾ ഈ പറയുന്ന ബേസിക് ഡീറ്റെയിൽസ് എല്ലാം വേണം. കൂടാതെ സ്റ്റാമ്പ് പ്രോപ്പർ സ്റ്റാമ്പ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാമ്പൊക്കെ പതിച്ചതായിരിക്കണം. Then the transfer deed along with the concerned share certificate must be sent to the company for registration of the transfer. അപ്പോൾ ഈ ഷെയറിൻ്റെ ട്രാൻസ്ഫർ ഇഫക്റ്റീവ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മറ്റൊരാളുടെ പേരിലേക്ക് ആ ട്രാൻസ്ഫർ നടന്നതായിട്ട് കാണിക്കപ്പെടണമെങ്കിൽ ഈ ട്രാൻസ്ഫറിൻ്റെ രജിസ്ട്രേഷൻ കമ്പനിയിൽ നടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ട്രാൻസ്ഫർ ഡീഡും അതോടൊപ്പം തന്നെ നേരത്തെയുള്ള ആ ഷെയർ സർട്ടിഫിക്കറ്റും കൂടെ കമ്പനിയിലേക്ക് അയക്കണം. In the case of listed company, the transfer deed and the certificate must be sent to the company before the date of the book closure or within 60 days from the date of execution of instrument of transfer deed. അപ്പോൾ ലിസ്റ്റഡ് കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാൻസ്ഫർ ഡീഡും അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റും കമ്പനിയിലേക്ക് അതിൻ്റെ ബുക്ക് ക്ലോഷറിൻ്റെ ഡേറ്റിന് മുമ്പായിട്ട് അയച്ചു കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ വിതിൻ 60 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ഡീഡ്. ഈ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ഡീഡ് എക്സിക്യൂട്ട് ചെയ്ത ഡേറ്റ് തൊട്ട് 60 ദിവസത്തിനുള്ളിൽ കമ്പനിയിലേക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തിരിക്കണം. The application for registration of transfer may be made either by the transferor or the transferee. അപ്പോൾ ഈ ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ ട്രാൻസ്ഫറർക്കോ ട്രാൻസ്ഫറിക്കോ ആർക്ക് വേണമെങ്കിലും അയക്കാവുന്നതാണ്, ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. The application for registration of transfer by the legal representative of a deceased member is also valid. ഇപ്പം നമ്മൾ മരണപ്പെട്ട ഡിസീസ്ഡ് മെമ്പർ മീൻസ് മരണപ്പെട്ട ഒരാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സാൽ തയ്യാറാക്കപ്പെടുന്ന ഈ രജിസ്ട്രേഷൻ ഓഫ് ട്രാൻസ്ഫർ എൻ്റെ അപ്ലിക്കേഷനും വാലിഡാണ്. അവർ ട്രാൻസ്ഫറിൻ്റെ അപ്ലിക്കേഷൻ മേഡ് ചെയ്താലും അത് വാലിഡാണ്. Every company shall, unless prohibited by any provision of law or any order of court, tribunal or other authority, deliver the certificate of all securities transferred within a period of 1 month from the date of receipt of instrument of transfer by the company. ഏതെങ്കിലും നിയമത്തിലെ പ്രൊവിഷൻ പ്രകാരം നിരോധിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതി ഓർഡർ പ്രകാരം അല്ലെങ്കിൽ ഏതെങ്കിലും ട്രിബ്യൂണലിൻ്റെ അതോറിറ്റിയുടെ ഒക്കെ തന്നെ ഒരു ഓർഡർ പ്രകാരമൊന്നും നിരോധിക്കപ്പെടുകയോ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഒരു കമ്പനി അതിൻ്റെ ഈ ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഓഫ് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റ് തൊട്ട് 1 മാസത്തിനുള്ളിൽ ഈ പറയുന്നവർക്ക് പുതിയ ആളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കണം. ദെൻ ഫോർവേഡ് ട്രാൻസ്ഫർ എന്താണെന്ന് നോക്കാം. An instrument of transfer of shares on which the signature of the transferor is forged, it is called forged instrument. നമുക്കറിയാം ഒരു ഷെയർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷനകത്തും മറ്റും അതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഡീഡിനകത്തൊക്കെ ട്രാൻസ്ഫററുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. അപ്പം ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയറിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ട്രാൻസ്ഫറിനകത്ത് ഒരു ട്രാൻസ്ഫറുടെ സിഗ്നേച്ചർ ഫോർഗ്ഡ് ആണെങ്കിൽ, വ്യാജമാണെങ്കിൽ, കെട്ടിച്ചമച്ച കള്ളത്തരത്തിലുള്ള ഒപ്പാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഈസ് കോൾഡ് എ ഫോർഗ്ഡ് ഇൻസ്ട്രുമെൻറ്റ്. അതൊരു ഫോർഗ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ എനി ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഇഫക്റ്റഡ് ഓൺ സച്ച് ഇൻസ്ട്രുമെൻറ്റ്, അത്തരം ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് ട്രാൻസ്ഫറിന്മേൽ നടന്ന ഷെയർ ട്രാൻസ്ഫറിനെ അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ഫോർഗ്ഡ് ട്രാൻസ്ഫർ എന്ന് പറയാം. അപ്പോൾ ഫോർഗ്ഡ് ആയിട്ടുള്ളൊരു സിഗ്നേച്ചർ വന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഡീഡ് എന്ന് പറയുന്നത് ഒരു ഫോർഗ്ഡ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഡീഡ് ആയിരിക്കും. അതിന്മേൽ ഷെയർ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട് എങ്കിൽ അത് ഫോർഗ്ഡ് ട്രാൻസ്ഫർ ആണ്. മീൻസ് വ്യാജമായുള്ള ട്രാൻസ്ഫർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എ ഫോർവേഡ് ട്രാൻസ്ഫർ ഈസ് എ നള്ളിറ്റി, അത് യൂസ്ലെസ് ആണ്, പിന്നെ ഒന്നുമില്ല. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് കൺഫർ എനി ലീഗൽ ടൈറ്റിൽ അപ്പോൺ ദ ട്രാൻസ്ഫറി. ട്രാൻസ്ഫറിക്ക് ഒരു നിയമബാധ്യതയൊന്നും ഉടമസ്ഥാവകാശമൊന്നും അത് കൊടുക്കുന്നൊന്നുമില്ല. ഇഫ് ദ കമ്പനി ഹാസ് ഇഷ്യൂഡ് എ സർട്ടിഫിക്കറ്റ് ടു ദ ട്രാൻസ്ഫറി ഓൺ എ ഫോർവേഡ് ട്രാൻസ്ഫർ ആൻഡ് ആൻ ഇന്നസെന്റ് ബയർ ആക്സെപ്റ്റ് ഇറ്റ്, he can claim damages from company on the ground that he acted on the share certificate of the company. ഇപ്പോൾ ഒരു കമ്പനി അതൊരു ഫോർവേഡ് ട്രാൻസ്ഫർ നടന്ന് ആ ഒരു ഫോർവേഡ് ട്രാൻസ്ഫറിന്മേൽ ട്രാൻസ്ഫറിക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു. കമ്പനി ചിലപ്പോൾ ശരിക്കും ശ്രദ്ധിക്കാതെ ചെയ്തു പോയതാവാം. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫറിക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നസെന്റ് ബയർ ആക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ആ ഒരു ഇന്നസെന്റ് ബയർ അയാൾ അറിയില്ല അത് തെറ്റാണിട്ടുള്ള സൈന് കൊടുത്തതാണെന്നും അയാൾ അറിയില്ല, അയാളത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. He can claim damages from the company on the ground that he acted on the share certificate of the company. പിന്നീടുണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം ഇയാൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കമ്പനിക്കെതിരെ
ഡാമേജ് ക്ലെയിം ചെയ്യാവുന്നതാണ്. കാരണം അയാൾ കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിലാണ് പ്രവർത്തിച്ചത്. അത് ശരിയാണോ തെറ്റാണോ നോക്കേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്തമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ബയറെ സംബന്ധിച്ചിടത്തോളം അതിന്മേൽ ഡാമേജ് ക്ലെയിം ചെയ്യാവുന്നതാണ്. If a company incurs any loss due to forward transfer, ഈ forward transfer കാരണം കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇറ്റ് മേ റിക്കവർ ഇൻഡംനിറ്റി ഫ്രം ദ പേഴ്സൺ ഹു ലോഡ്ജ്ഡ് ഇറ്റ്. ആരാണ് ഇതിന് കാരണക്കാരനായ വ്യക്തി, ആ വ്യക്തിയിൽ നിന്നും കമ്പനിക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കാവുന്നതാണ്. ദെൻ ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്താണെന്ന് നോക്കാം. Blank transfer is a transfer whereby the transferor hands over to the buyer the share certificate and a blank transfer deed. അപ്പോൾ ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഷെയർ ട്രാൻസ്ഫർ തന്നെയാണ്. ഇവിടെ ട്രാൻസ്ഫറർ, അതായത് ആരാണോ ഷെയർ കൈമാറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയാണ് നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയുക. ആ ട്രാൻസ്ഫറിക്ക് ഷെയർ സർട്ടിഫിക്കറ്റും കൈമാറ്റം ചെയ്യും. പിന്നെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ട്രാൻസ്ഫർ ഡീഡ്, അതായത് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ട്രാൻസ്ഫർ ആയിരിക്കും കൈമാറ്റം ചെയ്യുക. ബ്ലാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് മാത്രമേ ചേർത്തിട്ടുണ്ടാവുള്ളൂ? ഇൻ ബ്ലാങ്ക് ട്രാൻസ്ഫർ ഡീഡ് ദ ട്രാൻസ്ഫറർ ഫിൽസ് ഇൻ ഓൺലി ഹിസ് നെയിം ആൻഡ് സിഗ്നേച്ചർ. അതിനകത്ത് ട്രാൻസ്ഫററുടെ അയാളുടെ പേരും സിഗ്നേച്ചറും മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ദ പേഴ്സൺ ടു ഹും ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ഈസ് നോട്ട് മെൻഷൻ. ആർക്കാണോ കൈമാറ്റം ചെയ്യുന്നത് അയാളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല, അതായത് ട്രാൻസ്ഫറിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. Therefore to whom the document is given can freely transfer. അതുകൊണ്ട് പേര് ആരുടെയാണ് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൈമാറ്റം ചെയ്ത് പോകാൻ പറ്റും. ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അയാൾ അതിൻ്റെ ഓണറാവുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ദ ഷെയർ ഈസ് ലൈക്ക് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. അത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് പോലെ പ്രവർത്തിക്കും. ദ സബ്സീക്വൻറ്റ് ബയർ ഗെറ്റ് ദ ടൈറ്റിൽ ഓഫ് ദി ഷെയർ. അങ്ങനെ തുടർന്ന് വരുന്ന ആരാണോ ആ ഷെയർ കൈവശം വെക്കുന്നത് അവർക്ക് അതിൻ്റെ ടൈറ്റിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ എത്ര തവണ വേണമെങ്കിലും കൈമാറ്റം ചെയ്യുകയോ മറ്റോ ചെയ്യാം. ദ പ്രോസസ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ക്യാൻ ബി റിപ്പീറ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ്. With the blank deed and ultimately when it reaches in the hands of one who wants to retain the shares, he can fill his name and date and get it registered in the company's book. ഇനി ഇത് കയ്യിലെത്തിന് മറ്റൊക്കെ കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഇതിൻ്റെ മുകളിലുള്ള ഷെയർ വാങ്ങി സ്വന്തം പേരിലാക്കി നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ കയ്യിൽ എത്തിച്ചേരുന്ന സമയത്ത് ആ ബ്ലാങ്ക് ഡീഡിൽ അയാളുടെ പേരും അയാളുടെ സിഗ്നേച്ചറൊക്കെ കൊടുത്തുകൊണ്ട് അതിന് ശേഷം കമ്പനിയിലേക്ക് അയച്ചു കൊടുത്ത് കമ്പനിയുടെ ബുക്കിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വിത്ത് ദ ബ്ലാങ്ക് ഡീഡ് ആൻഡ് അൾട്ടിമേറ്റ്ലി വെൻ ഇറ്റ് റീച്ചസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് വൺ ഹു വാണ്ട്സ് ടു റീറ്റെയിൻ ദ ഷെയർ റിട്ടേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ കയ്യിലെത്തുന്ന സമയത്ത് ഹി ക്യാൻ ഫിൽ ഹിസ് നെയിം ആൻഡ് ഡേറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് രജിസ്റ്റേർഡ് ഇൻ ദ കമ്പനീസ് ബുക്ക്. അയാളുടെ പേരും ഡേറ്റൊക്കെ അതിനകത്ത് കൊടുക്കാം, എന്നിട്ട് കമ്പനി ബുക്കിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. Transmission is the passing of title or property in shares from one person to another by operation of law on the happening of such events as death, insolvency, lunacy of a shareholder. ഒരു ഷെയർ ഹോൾഡറുടെ മരണമാവാം, അയാളുടെ ഇൻസോൾവൻസി പാപ്പരത്വം ആവാം, ലൂണസി എന്താ അൺസൗണ്ട് മൈൻഡ് ആവാം, ഭ്രാന്ത് എന്നുള്ള ആ ഒരു ലെവല്. അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്നത് മൂലം ഓപ്പറേഷൻ ലോ പ്രകാരം, അപ്പം പിന്നെ നിയമത്തിൻ്റെ പ്രവർത്തനം മൂലം ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഷെയറിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി പാസ് ചെയ്യുന്നതിന്, അതിൻ്റെ ഉടമസ്ഥാവകാശം കൈമാറിപ്പോകുന്നതിനെയാണ് എന്ത് പറയുക, ട്രാൻസ്മിഷൻ എന്ന് പറയുക. ട്രാൻസ്ഫറിനകത്ത് രണ്ടുപേരും സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം അതിൻ്റെ വേണ്ട നടപടിക്രമങ്ങളൊക്കെ നടപ്പിലാക്കി കൈമാറ്റം ചെയ്യുന്നതാണ്. അതേസമയം ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് നിയമത്തിൻ്റെ പ്രവർത്തനം മൂലം സംഭവിക്കുന്നതാണ്. ഷെയർ ഹോൾഡർക്ക് എന്തെങ്കിലും ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അയാളുടെ റിലേറ്റീവ്സിനോ മറ്റോ ഒക്കെ ആയിട്ട് ആ ഒരു ഷെയറിൻ്റെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്തു പോകുക അല്ലെങ്കിൽ അവരിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നതിനെയാണ് ട്രാൻസ്മിഷൻ എന്ന് പറയാം. The transmission of shares must be effected subject to the provisions in the Articles of Association. Articles of Association പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസിന് വിധേയമായിട്ടാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് നടപ്പിൽ വരുത്തേണ്ടത്. The nominee or legal representatives shall produce necessary evidence to claim ownership of the shares. അപ്പോൾ ഇങ്ങനൊരു സന്ദർഭം വരുന്ന സമയത്ത് നോമിനി ആയിട്ടുള്ളവരോ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ അവരിലേക്കാണല്ലോ പിന്നീട് ഇത് ഷെയറിൻ്റെ ഓണർഷിപ്പ് പോവുക. അപ്പോൾ അവർ ഓണർഷിപ്പ് ക്ലെയിം ചെയ്തുകൊണ്ടുള്ള ആവശ്യമായ എവിഡൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം. The various methods of transmission.
may be described as follows. അതായത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ രൂപത്തിലാണ് ട്രാൻസ്മിഷൻ സംഭവിക്കാറുള്ളത് എന്നാണ് പറയാൻ പോകുന്നത്. ഒന്ന്, ഡെത്ത് ഓഫ് എ ജോയിൻറ്റ് ഹോൾഡർ ഓഫ് ഷെയർസ്. ചിലപ്പോൾ ഷെയർ വാങ്ങിച്ചത് ഒന്നോ അതിലധികം ആളുകൾ ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് വാങ്ങിച്ചതൊക്കെ ആവാം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് when the death of a joint holder is notified by the survivor by producing the proof of death, the shares goes to the possession and ownership of the survivor. ഇപ്പോൾ ജോയിൻറ്റ് ഹോൾഡറിൽ ഒരാൾ മരിച്ചു എങ്കിൽ ജീവിച്ചിരിക്കുന്ന ആൾ അത് നോട്ടിഫൈ ചെയ്തിരിക്കണം. അത് മരണ സർട്ടിഫിക്കറ്റ്, പ്രൂഫ് ഓഫ് ഡെത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് അത് സമർപ്പിച്ച് അത് ബന്ധപ്പെട്ട അതോറിറ്റീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ ആ ഷെയറിൻ്റെ ഓണർഷിപ്പും അതിൻ്റെ പൊസഷനും കൈവശാവകാശക്കാരിലേക്ക് മാറും. സർവൈവറിലേക്ക്, ജീവിച്ചിരിക്കുന്ന ആളാരാണോ അയാളിലേക്ക് മാറും. അത് ട്രാൻസ്മിഷനാണ്. ഡെത്ത് ഓഫ് എ സോൾ ഹോൾഡർ, ഷെയർ സ്വന്തമായിട്ട് ഒരാൾ മാത്രം ഹോൾഡ് ചെയ്തിരുന്ന ഷെയറിൻ്റെ കേസാണെങ്കിൽ, ഇൻ കേസ് ദ ഡെത്ത് ഓഫ് എ സോൾ ഹോൾഡർ ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ദ ഷെയർസ് ട്രാൻസ്ഫേർഡ് ടു ദം. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആരാണോ അവരിലേക്കാണ് ആ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ അവകാശം ഉണ്ടാവുക. The particulars of the evidence produced by the legal representatives will be required to file with the company for the transmission. അപ്പം ഇവിടെയും ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ഒന്ന്, ഇയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് എന്ന് തെളിയിക്കുന്നതുണ്ടായിരിക്കണം. അവരുടെ ഡെത്തിനെ പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെയുള്ള ലീഗലായിട്ടുള്ള, ഇവിടെ ലീഗൽ എന്നുണ്ട്, ബൈ ദി ലീഗൽ എന്നാണ് എല്ലുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പനിയിൽ അത് ഫയൽ ചെയ്തിരിക്കണം. ദെൻ ഒഫീഷ്യൽ അസൈനി. ഒഫീഷ്യൽ അസൈനി എന്ന് പറയുമ്പോൾ ഇൻസോൾവൻസി ഒക്കെ നടക്കുന്ന സമയത്ത് പിന്നെ അയാളുടെ സ്വത്ത്, സ്ഥാവര ജംഗമ വസ്തുക്കളും മറ്റൊക്കെ നോക്കി നടത്താൻ വേണ്ടി കോടതി അപ്പോയിൻറ്റ് ചെയ്യുന്നവരാണ് ഒഫീഷ്യൽ അസൈനി എന്ന് പറയുന്നത്. അപ്പോൾ when the shares of an insolvent member are vested in the hands of his official assignee, ഒരു ഇൻസോൾവെൻ്റ് മെമ്പറുടെ ഷെയർസ് അയാളുടെ ഒഫീഷ്യൽ അസൈനിയുടെ കൈകളിൽ ഏൽപ്പിച്ച് കഴിയുമ്പം ഇറ്റ് ബിക്കംസ് എ ട്രാൻസ്മിഷൻ. അതും ഒരു ട്രാൻസ്മിഷനാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു രൂപത്തിലൊക്കെയാണ് ട്രാൻസ്മിഷൻ സംഭവിക്കാറുള്ളത്. ദെൻ അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡിൻ്റെ കേസസിൽ where the shares of a member who has been proved to be of unsound mind, the court will appoint his guardian as the holder. അപ്പം ഒരു ഷെയർ ഹോൾഡർ അയാൾ കോടതിയിൽ അൺസൗണ്ട് മൈൻഡാണ്, അയാൾ സുഖമില്ലാത്ത ആളാണെന്നുള്ളത് പ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ഗാർഡിയൻ ആരാണോ അയാളെ ആ ഒരു ഷെയറിൻ്റെ ഹോൾഡറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടും. അപ്പം അങ്ങനെ അയാളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുമ്പം അതൊരു ട്രാൻസ്മിഷനാണ്. ദെൻ വൺ പേഴ്സൺ കമ്പനി. വൺ പേഴ്സൺ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം, ഇൻ കേസ് ഓഫ് വൺ പേഴ്സൺ കമ്പനി, ഓൺ ദി ഡെത്ത് ഓഫ് ദി സോൾ മെമ്പർ, the person nominated by such member shall be the person recognized by the company as having title to all shares of the member. വൺ പേഴ്സൺ കമ്പനിയുടെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒറ്റ മെമ്പറേ ഉള്ളൂ അല്ലേ, ഒരാൾ മാത്രമുള്ള കമ്പനിയാണ് വൺ പേഴ്സൺ കമ്പനി. അപ്പോൾ ആ സോൾ മെമ്പറിൻ്റെ മരണം ഉണ്ടാകുമ്പം the person nominated by such member shall be the person recognized by the company as having the title to all the shares of the members. അപ്പം നോമിനിയായിട്ട് വൺ പേഴ്സൺ കമ്പനിയുടെ കേസസിൽ നോമിനിയായിട്ട് ഒരാളെ വെച്ചിരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അപ്പം അങ്ങനെ നോമിനിയായിട്ട് വെച്ച ആരാണോ അയാളായിരിക്കും പിന്നെ അതിൻ്റെ അയാൾക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ ആ ഷെയറിൻ്റെ ഓണറായിട്ട് വരുന്നത്. ദെൻ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ട്രാൻസ്ഫറും ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നോക്കാം. ട്രാൻസ്ഫർ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ വോളണ്ടറി ആക്ട് ബൈ ദ ട്രാൻസ്ഫറർ. ട്രാൻസ്ഫറുടെ സ്വന്തം ഇഷ്ടപ്രകാരം അയാൾക്ക് അയാളുടെ ഷെയർ വിൽക്കണം എന്ന് ആഗ്രഹിക്കുമ്പം അയാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇറ്റ് ഈസ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ബൈ ദ ഓപ്പറേഷൻ ഓഫ് ലോ ഓൺ ദി ഡെത്ത് ഓർ ഇൻസോൾവൻസി ഓഫ് ദി ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡറുടെ മരണമോ അല്ലെങ്കിൽ ഇൻസോൾവൻസി സംഭവിക്കുമ്പോൾ നിയമത്തിൻ്റെ പ്രവർത്തനം മൂലം സംഭവിച്ചു പോകുന്നതാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഈസ് മെയ്ഡ് ഫോർ കൺസിഡറേഷൻ ടു ബി ഡിസൈഡഡ് ബൈ ദി പാർട്ടീസ് തീരുമാനിക്കുന്ന ആ ഒരു പ്രതിഫലം, കൺസിഡറേഷൻ എത്രയാണോ അതിന് വെച്ചിട്ടാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇൻ ട്രാൻസ്മിഷൻ ദർ ഈസ് നോ കൺസിഡറേഷൻ. ട്രാൻസ്മിഷനകത്ത് കൺസിഡറേഷൻ ഒന്നുമില്ല. ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ട്രാൻസ്ഫർ ഈസ് എക്സിക്യൂട്ടഡ്. ട്രാൻസ്ഫറിൻ്റെ കേസിൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഡീഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട്.
അതേസമയം ട്രാൻസ്മിഷൻ്റെ കേസിൽ അത്തരം ട്രാൻസ്ഫർ ഡീഡ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ട്രാൻസ്ഫർ ഒന്നും ആവശ്യമില്ല. നോ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ട്രാൻസ്ഫർ ഈസ് റിക്വയർഡ്. ദെൻ ട്രാൻസ്ഫറിൻ്റെ കേസിൽ ട്രാൻസ്ഫർ ഡീഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിന് സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കണം അല്ലേ. സോ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് പേയബിൾ ഓൺ ട്രാൻസ്ഫർ. ട്രാൻസ്ഫറിന് സ്റ്റാമ്പ് ഡ്യൂട്ടി പേ ചെയ്യണം. ട്രാൻസ്മിഷൻ്റെ കേസിൽ നോ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് പേയബിൾ ഓൺ ട്രാൻസ്മിഷൻ. സ്റ്റാമ്പ് ഡ്യൂട്ടി പേ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ടിൽ ദെൻ ബൈ.